നമുക്ക് അന്നൊന്നും സിനിമ എന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ല. ഒരു കട്ടോ ഒരു കാര്യവും ഇല്ലാതെ ഒന്നുമില്ല, ഒരു മൈക്കിന്റെ മുമ്പിൽ മൊത്തം പഠിച്ച് വെച്ചിട്ട് നമ്മൾ നിന്ന് അത്രയും കോൺഫിഡൻറ്റോട് കൂടി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ദൈവമേ അത് കഴിഞ്ഞൊക്കെ ആലോചിക്കാം. ചാനൽ സ്കിറ്റുകൾ കളിക്കാൻ നിൽക്കുമ്പോൾ എത്രയോ ദിവസം ബ്ലാക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട്. വിനയമോഹിയാണ് ഞാൻ. അഭിനയിക്കണം എന്നാണ് ഉള്ളത്. അത് ഏത് മീഡിയം ആണെങ്കിലും ഓക്കെയാണ്. പിന്നെ നമ്മൾ കാലഘട്ടം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോഴൊക്കെ നമുക്കൊരു സാധനം ഉണ്ടാവുമല്ലോ. നമുക്ക് അന്നൊന്നും സിനിമ എന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എനിക്ക് നാടകത്തിൽ അഭിനയിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം നമ്മുടെ എന്താ പറയുക, നമുക്ക് മൊത്തത്തിൽ അഭിനയിക്കാൻ പറ്റും. ഈ മറ്റേ സിനിമയിൽ കട്ട് പറയും. മറ്റേത് നമ്മളെ നിറഞ്ഞൊരു സദസ്സിന്റെ മുമ്പിൽ ഒരു കട്ടോ ഒരു കാര്യവും ഇല്ലാതെ ഒന്നുമില്ല, ഒരു മൈക്കിന്റെ മുമ്പിൽ മൊത്തം പഠിച്ച് വെച്ചിട്ട് നമ്മൾ നിന്ന് അത്രയും കോൺഫിഡൻറ്റോട് കൂടി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതിന്ന് കിട്ടുന്ന ഒരു വൈബ് വേറെ. അടിപൊളി ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ്. പക്ഷെ അതിൽ വേറെ റിസ്ക് ഉണ്ട്. തെറ്റിപ്പോയാൽ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോകും. അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. കട്ടെങ്കിലും പറയാം. അല്ല, തെറ്റും അത് തെറ്റും. അതിപ്പോ മനുഷ്യന്മാരായതുകൊണ്ട് ചിലപ്പോൾ മറക്കാം. അങ്ങനെയൊക്കെ തെറ്റുമ്പോൾ നമ്മളിങ്ങനെ തെറ്റിയെന്ന് നമുക്ക് അറിയാലോ. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോവും എന്നുള്ളൊരു സാധനം മറന്നു പോയെങ്കിൽ നമ്മൾ പതറരുത്. വേറെ എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്ത് നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന നാടകത്തിന്റെ സ്വഭാവം പോലെ ഇരിക്കും. ഒരു അമച്വർ നാടകമാണ് അല്ലെങ്കിൽ ഫിസിക്കലി വർക്ക് ചെയ്യുന്ന ഒരു നാടകമാണെങ്കിൽ നമുക്ക് 2 ഫിസിക്കൽ പെർഫോമൻസ് ഒക്കെ ഇട്ട് ആ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. അതൊക്കെ നമുക്ക് ബുദ്ധിപൂർവ്വം നമുക്ക് 2 സ്റ്റെപ്പൊക്കെ ഇട്ട് നമുക്ക് ഭയങ്കര ഫിസിക്കലി ഉള്ള സാധനമൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ ടൈമിൽ ദൈവമേ അത് കഴിഞ്ഞൊക്കെ ആലോചിക്കാം. അത് ആലോചിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം. അതല്ലാതെ റിസ്ക് തന്നെയാണ്. പിന്നെ എനിക്ക് നാടകത്തിൽ തെറ്റിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ട്, മറന്നൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ മാനേജ് ചെയ്യുന്നിടത്താണ്. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്കിറ്റ് കളിക്കാൻ, ഞാൻ ചാനൽ സ്കിറ്റുകൾ കളിക്കാൻ നിൽക്കുമ്പോൾ എത്രയോ ദിവസം ബ്ലാക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട്. എന്ത് ചെയ്യും പെട്ടെന്ന്? അല്ല, അത് പിന്നെ ഷൂട്ടല്ലേ, നമുക്ക് കട്ട് വിളിച്ചാൽ മതിയല്ലോ, കുഴപ്പമില്ല. അവര് കട്ട് വിളിക്കുകയാണെങ്കിൽ നമ്മൾ പറയും, നമ്മൾ പറയാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പം സാറ് കട്ട് വിളിച്ചോളൂ. എന്താ ശ്രുതി? സാർ ഒന്നുമില്ല സാർ, സോറി സാർ, മറന്നുപോയി. അങ്ങനെ പറയും. പിന്നെ നാടകത്തിലൊക്കെ പറഞ്ഞ ടങ് സ്ലിപ്പ് വന്നാലും ഒക്കെ നമുക്ക് കട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ.